പൊതു ഇടങ്ങളിലെ സുവിശേഷ പ്രഘോഷണത്തിന് തടയിടാൻ വിചിത്ര നിയമം ശുപാർശ ചെയ്ത് UK ലേബർ കൗൺസിൽ. പ്രാർത്ഥിക്കുന്നതിനും ബൈബിൾ കൈമാറുന്നതിനു പോലും ക്രിസ്ത്യാനികൾ കുറ്റവാളികളാക്കപ്പെടുന്ന നിയമമാണ് ഇംഗ്ലണ്ടിലെ ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള റഷ്മോർ ബ്യൂറോ കൗൺസിൽ മുന്നോട്ടുവച്ചിരിക്കുന്നത്. തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് 2 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിയമപരിധിയിലുള്ളത്. ദ ടെലഗ്രാഫ് പറയുന്നതനുസരിച്ച് തെരുവ് പ്രസംഗകർ മൂലമുണ്ടാകുന്ന സാമൂഹിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ഫെബ്രുവരിയിൽ കൗൺസിൽ നിരോധന നിയമത്തിന് അപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ നിർദ്ദിഷ്ട വ്യവസ്ഥകൾ പ്രകാരം മുൻകൂർ അനുമതിയില്ലാതെ മറ്റ് വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും മതപരമായ ലഘുലേഖകളോ ബൈബിളുകളോ കൈമാറുന്നതിൽ നിന്നും അനുമതിയോടെ പോലും കൈവപ്പ് പ്രാർത്ഥന നടത്തുന്നതിൽ നിന്ന് പോലും ക്രൈസ്തവർ വിലക്കപ്പെടും. പ്രായം, ലിംഗഭേദം അല്ലെങ്കിൽ ലൈംഗിക ആഭിമുഖ്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എതിരഭിപ്രായങ്ങൾ, മതകാര്യങ്ങൾ എന്നിവ സംവേദനം ചെയ്യാൻ വ്യക്തികളെ സമീപിക്കുന്നതും നിയമനിരോധനത്തിൽ ഉൾപ്പെടും. നിരോധനാജ്ഞ ലംഘിച്ചാൽ പിഴയും അറസ്റ്റും പരമാവധി 2 വർഷം വരെ തടവും ലഭിക്കും. ക്രിസ്ത്യൻ ലീഗൽ സെന്റർ ഇടപെട്ട് നിരോധനാജ്ഞ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൗൺസിലിന്റെ നിർദ്ദിഷ്ട നടപടികൾ ക്രിസ്തീയ സുവിശേഷവൽക്കരണത്തെ അന്യായമായി ലക്ഷ്യമിടുന്നുവെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. ബ്രിട്ടീഷ് ചരിത്രത്തിൽ നിന്ന് അടർത്തിമാറ്റാനാകാത്ത സുവിശേഷ പ്രസംഗം ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്ന പ്രവണതയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതേസമയം പൊതു ഇടങ്ങളിലെ സുവിശേഷവൽക്കരണം ക്രിമിനൽ കുറ്റമാക്കാനുള്ള റഷ്മോർ ബ്യൂറോ കൗൺസിലിന്റെ ഏറ്റവും പുതിയ നിയമശ്രമത്തിനെതിരെ ഹാംപ്ഷയറിലെ ഒരു ഗണം തെരുവ് പ്രസംഗകർ പ്രതിഷേധമുയർത്തി. UK-യിൽ ദീർഘകാലമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പാരമ്പര്യമാണ് തെരുവുകളിലെ സുവിശേഷ പ്രഘോഷണം. ഭൂരിഭാഗം ജനങ്ങളും ഇതിനെ സ്വാഗതം ചെയ്യുന്നവരാണെന്നും കൗൺസിലിന്റെ നടപടി ക്രിസ്ത്യൻ ആവിഷ്കാരത്തെ ലക്ഷ്യമിടുന്നുവെന്നും പൊതുശുശ്രൂഷയുടെ ഗുണപരമായ സ്വാധീനം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നുവെന്നും അവർ വ്യക്തമാക്കി. ക്രൈസ്തവ വിശ്വാസത്തെ നിശബ്ദമാക്കാനും ക്രിമിനൽ വൽക്കരിക്കാനും ശ്രമിക്കുന്ന ഏത് നിയമനിർമ്മാണത്തെയും എതിർക്കുമെന്ന് ക്രിസ്ത്യൻ ലീഗൽ സെന്റർ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ്രിയ വില്യംസ് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.